സന്തോഷകരമായ കാര്യമാണ്. ക്രിസ്മസുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ് ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത്. ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് നമ്മുടെ ഗിഫ്റ്റുകളുടെ ഷെയറിംഗ് ആണ്. ക്രിസ്മസ് തന്നെ ഫെസ്റ്റിവൽ ഓഫ് ഷെയറിംഗ് ആണല്ലോ, ഷെയറിങ്ങിൻ്റെ ഉത്സവമാണ്. അപ്പോൾ നമ്മുടെ യുവന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അനേകരുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് 1200ഓളം ഗിഫ്റ്റുകൾ ഈ ട്രീയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. 35 സമ്മാനങ്ങളാണ് അതിൻ്റെ മെമ്പർ സമ്മാനം എന്ന് പറയുന്നത്. ഒരു വാൾ ഫാനാണ്. 40 സമ്മാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഈ ഗിഫ്റ്റിലൂടെ അനേകർക്ക് സമ്മാനം ലഭിക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മനോഹരമായ രീതിയിൽ ഇതിന് ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനമാണ് ഈ പഴങ്ങളൊക്കെ അല്ലെങ്കിൽ ഗിഫ്റ്റുകളെല്ലാം ഇവിടെ ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നത്. എത്രയോ ദിവസങ്ങളായി ഇത് പാക്ക് ചെയ്യാനും ഒക്കെയാണ് വേണ്ടി ധാരാളം പേര് കഠിനമായി പ്രയത്നിച്ചു. അവരെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവരെയും പരിശ്രമം അത് വലിയൊരു വിജയകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവന പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു നന്മയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇതിൻ്റെ അഭിജാതമായ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവിൻ്റെ തിരുജനനത്തിൻ്റെ വലിയ സന്തോഷം ഞങ്ങൾക്ക് വളരെ അനുഗ്രഹകരമായ രീതിയിൽ ആചരിക്കുവാനായിട്ട് സാവകാശമൊരുക്കിയതിനായി സ്തോത്രം. 2023 ക്രിസ്മസ് കാലഘട്ടം, ആഗമന കാലഘട്ടം ഞങ്ങൾക്ക് സന്തോഷകരമായ രീതിയിൽ സമാധാനത്തോടുകൂടെ കർത്താവെ ആചരിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിച്ച വലിയ ഇറവുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിനയസ്വരൂപനായി ഞങ്ങളുടെ മധ്യത്തിൽ പാർക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി കാൽവരിയിൽ അവിടുന്ന് പരമയാഗമായി തീരുകയും ചെയ്തുകൊണ്ട് രക്ഷാദൗത്യം നിർവഹിച്ച് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാനായിട്ട് അവസരം ലഭിച്ചത്. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ വർഷത്തെ സഭയുടെ കാരൽ സർവീസ് എന്ന് ക്രമീകരിച്ചിരിക്കുകയാണല്ലോ. അതിനുവേണ്ടി ഞങ്ങൾ ഈ പ്രാരംഭമായി ഈ ട്രീയുടെ തുടക്കം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അനേകരുടെ പരിശ്രമത്തിൻ്റെ ഫലമായി അനേകർ നിർലാഭമായ സംഭാവനകൾ നൽകിയത് വഴിയാണ് ഈ വർഷം ക്രിസ്മസ് ട്രീ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 40 സമ്മാനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ഒരു മെഗാ പ്രൈസ് ഞങ്ങൾക്ക് ബമ്പർ പ്രൈസായി ലഭിക്കുകയുണ്ടായി. ഇതെല്ലാം ഞങ്ങളുടെ ദാനമാണ് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ വർഷവും ഇങ്ങനെ ക്രിസ്മസ് സമുചിതം ആചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കാനായി സ്തോത്രം. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീയും തുടർന്നുള്ള ഗാനാലാപനവും ഞങ്ങളുടെ വായന കേൾവിയും ദൈവവചന കേൾവിയും എല്ലാം അനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് സഹായിക്കണമേ. ഒരു വർഷം കൂടെ ഈ ഭൂമിയിൽ ആയുസ്സോടുകൂടെ ആയിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കാനായി സ്തോത്രം. എല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരാൻ സഹായിക്കണം. ഞങ്ങളോ കുറയുകയും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഇനി വരുവാനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും കൂട്ടി വരുത്തണമേ. ഈ സായം സന്ധ്യ വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ അനുഭവമായി തീരുവാൻ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് സർവ്വം ചായച്ച് ഇറങ്ങി വന്ന് ഞങ്ങളെ അവിടുന്ന് ശക്തിയിരിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണം. സകലതമായ മാനവും മഹത്വവും എല്ലാം കർത്താവിന് അർപ്പിക്കുന്നു. യേശു മിശിഹായുടെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും അനുവാദത്തോടുകൂടെ ഈ ക്രിസ്മസ് ട്രീയുടെ അഭിചാരമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുകയാണ്. ഇതെല്ലാം വളരെ വേഗത്തിൽ ഇതെല്ലാം തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
47 സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്തായാലും ഉറപ്പായിട്ടും ഒരു സമ്മാനം അടിക്കും നിങ്ങൾക്ക് എന്തായാലും ഉറപ്പാണ്. 47 സമ്മാനങ്ങളാണ്. മൊത്തം ഫലങ്ങൾ 1200 ഫലങ്ങളുണ്ട്. അതിൽ നിന്നാണ് 47 സമ്മാനങ്ങൾ ലഭിക്കുന്നത്. കുറച്ച് ഫലങ്ങൾ കൂടി ഒന്ന് സഹായിക്കണേ. കുറച്ച് മാത്രമേ ഉള്ളൂ. ഉടൻ തന്നെ നറുക്കെടുപ്പ് ആരംഭിക്കുന്നതാണ്. കുറച്ച് ഫലങ്ങൾ കൂടിയുള്ള ഒന്ന് മേടിച്ച് സഹകരിക്കണേ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നറുക്കെടുപ്പ് ഉടൻ തന്നെ ആരംഭിക്കാം. ആദ്യം പെട്ടെന്ന് തന്നെ നറുക്കെടുപ്പ് നമുക്ക് പൂർത്തീകരിക്കാം. 47 സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. യുവജന പ്രസ്ഥാനത്തിന്റെ എളിയ സംരംഭത്തെ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണത്തോടെ ഒന്ന് വിജയിപ്പിക്കണമേ. ഏതാനും ചില ഫലങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ആരംഭിക്കാം. ഇനി അറേഞ്ച് ചെയ്യാൻ ആർക്കെങ്കിലും സമയം വേണോ? ഇപ്പൊ മേടിച്ചവർക്ക് ഒന്ന് ഒരു 2 മിനിറ്റ് തരാണ് കേട്ടോ. സമ്മാന കൂപ്പണും സെറ്റാക്കാൻ തീർന്നു. എല്ലാ ഫലങ്ങളെല്ലാം വിറ്റ് തീർന്നു. ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ശരി, നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ നമ്മുടെ ഈ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടെ നിങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന അതിൻ്റെ കൗണ്ടർ ഫോയിൽ ഈ പെട്ടിക്കകത്ത് ഉണ്ട്. ഇത് കൃത്യമായിട്ട് ഷഫിൾ ചെയ്തിട്ടാണ് നറുക്കെടുപ്പ് നടത്തുന്നത്. എല്ലാവരും ഒന്ന് ഈ അനൗൺസ്മെന്റ് ടേബിളിന്റെ മുമ്പിലേക്ക് വരണമെന്ന് ഒരിക്കലൂടെ ഓർപ്പിക്കുന്നു. നമ്മുടെ നറുക്കെടുപ്പ് ആരംഭിക്കുകയാണ്. ഇത് സീൽഡാണ്. ഇത് പൊട്ടിക്കുകയാണ്. സമ്മാനം കൊടുത്തിട്ട് നമ്മുടെ നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. ഇതാ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായെന്ന് നന്ദി പറയുന്നു. ഒന്നാമത് കിട്ടിയ നമ്പർ വായിക്കുന്നു. നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ? വായിക്കുന്നു. 6 1 0 610 എന്ന നമ്പറാണ് ആദ്യത്തെ സമ്മാനം അടിച്ചിരിക്കുന്നത്. 610. അത് നോട്ട് ചെയ്യണം. 610. ആദ്യത്തെ 10 സമ്മാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വിതരണം ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് തന്നെ നറുക്കെടുപ്പ് നടത്തുന്നതാണ്. ഈ നമ്പറിന് അവകാശികളില്ലെങ്കിൽ ഇത് ഒന്നുകൂടെ ഏറ്റവും ലാസ്റ്റ് ഇതൊന്നുകൂടെ നമ്മൾ നറുക്കെടുക്കുന്നതായിരിക്കും ഓർപ്പിക്കുന്നു. ഏറ്റവും അവസാനമായിരിക്കും മെമ്പർ സമ്മാനം നറുക്കെടുക്കുന്നത്. അടുത്തത് 610. നിങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കൂപ്പണുമായിട്ട് ഇവിടെ വന്നാൽ മാത്രമേ സമ്മാനം ലഭിക്കുള്ളൂ എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത കൂപ്പൺ അച്ഛൻ നറുക്കെടുത്തിട്ടുണ്ട്. വായിക്കട്ടെ. 9 2 0 920 എന്ന നമ്പറിനാണ് അടുത്ത സമ്മാനം അടിച്ചിരിക്കുന്നത്. 920. താങ്ക് യു. അടുത്ത നമ്പർ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ഛൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മൾ സമയം സേവ് ചെയ്യാനായിട്ട് അച്ഛൻ തന്നെയാണ് എടുക്കുന്നത്. നന്നായിട്ട് ഷഫിൾ ചെയ്ത് അച്ഛൻ നന്നായിട്ട് ഒന്ന്. യെസ്. അടുത്ത നമ്പർ ഇതാ വായിക്കട്ടെ.
2 2 9. അടുത്ത നമ്പർ എടുക്കുന്നു. യെസ്, അടുത്ത നമ്പർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വായിക്കട്ടെ. 1 1 4. 114 എന്ന നമ്പറിനാണ് അടുത്ത സമ്മാനം ലഭിച്ചിട്ടുള്ളത്. 114 അവകാശികൾ വന്നിട്ടില്ല. 5 എടുത്തിട്ടുണ്ട്. 6ാമത്തെ അച്ഛനെടുക്കുന്നു. 6ാമത്തെ സമ്മാനം ഇപ്പോൾ അച്ഛനെടുക്കുന്നു, നറുക്കെടുക്കുന്നു. ആരും പിരിഞ്ഞു പോകരുത്. ലാസ്റ്റ് വരെ നിങ്ങൾക്കുള്ള അവസരമുണ്ട്. അടുത്ത നമ്പർ കിട്ടി. 1 1 9 6. 1196. നല്ലൊരു നമ്പറാണ്. ആരും കേൾക്കാനില്ല, ഒരു കയ്യടിയും കേൾക്കാനില്ല. ശരി, 1196. 7ാമത്തെ സമ്മാനം അച്ഛനെടുക്കുന്നു. 7ാമത്തെ സമ്മാനം, 7ാമത്തെ നമ്പർ ഇതാ, വായിക്കട്ടെ. 7 6 1. 761. നല്ലൊരു നമ്പറാണ്. 7ാമത്തെ സമ്മാനത്തിന് അർഹമായ നമ്പർ 761. അടുത്തത് 8ാമത്തെ സമ്മാനത്തിന് അർഹമായ നമ്പർ ഇതാ അച്ഛനെടുക്കുന്നു. 47 സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 8ാമത്തെ നമ്പർ അർഹമായ വായിക്കട്ടെ. 1 0 6 3. 1000 സമ്മാനത്തിന് അർഹമായ വ്യക്തി ജോൺ നിറമുളക്കൽ. നല്ലൊരു കൈയടിഞ്ഞ് ഈ ക്രിസ്മസ് അടുത്തത് 1229 എന്ന നമ്പർ സമ്മാനത്തിന് അർഹമായ വ്യക്തി ജിജി ജോൺസൺ കാവും വാതുക്കൽ. ജിജി ജോൺസൺ കാവും വാതുക്കൽ. അടുത്തത് 1305 ഐസക് KG കൊച്ചുകണ്ണപ്പാറയും. ഭാഗ്യവാന്മാരാണ്. 114 ജോയൽ ജെയിംസ് പുതിയ വീട്ടിൽ. ലോയൽ ജെയിംസ് ലോയൽ ജെയിംസ് 1000 ബിനോ കപ്പിലാങ്കുടിയിൽ. 761 റിഹാൻ റിജോ 761 എന്ന റിഹാൻ റിജോ. അടുത്തത് 1063 ആശിഷ് ജോൺസൺ ഇളനിരത്തിൽ. അടുത്ത 250 ലിജിൻ കുണ്ടപ്പള്ളിയിൽ. ഇതുവരെ സമ്മാനം വരാത്ത നമ്പർ 920 588 വന്നിട്ടില്ല. അടുത്ത സമ്മാന നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. 11ാമത്തെ സമ്മാന കൂപ്പൺ ഇതാ. ശ്രദ്ധിച്ചോണേ, ആരും വിട്ടുപോകരുത്. 2 കൂപ്പൺ കൂടെ വരാനുണ്ട്. വായിക്കട്ടെ, പെട്ടെന്ന് വായിക്കാം. നല്ല ഫാൻസി നമ്പർ 4 6 4. 464 എന്ന നമ്പറിനാണ് അടുത്ത സമ്മാന നമ്പർ. 464 ജോസ് ചെയ്യണം. അച്ഛൻ തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അടുത്ത നമ്പർ വായിക്കുന്നു. 8 3 1. മുന്നോട്ട് വരാം. ജോജി ജോൺസൺ ജോജി ജോൺസൺ കാവുമതികൾ 920 എന്ന നമ്പറിന് അർഹമായ ഭാഗ്യവാൻ ജോജി ജോൺസൺ. നല്ലൊരു കൈയടി. 831 എന്ന നമ്പറിന് അർഹമായ വ്യക്തി ആശിഷ് ഇളനിരത്തിൽ. വീണ്ടും ഭാഗ്യം കടാശിരിക്കുകയാണ്. അടുത്ത 1235 ഡാനി യോസൻ ഇടയക്കരിമ്പിൽ. വീണ്ടും ഭാഗ്യം കടാശിട്ടുണ്ട്. 1236 ആൽവിൻ ജെയിംസ്. അടുത്ത ഭാഗ്യം ആൽവിൻ ജെയിംസ്. അടുത്തത് 161 ജോബിൻ ജോൺ കിഴക്കേക്കര. ജോബിൻ ജോൺ ആ ഒരു കൊടുക്കുന്ന ഭാഗ്യം തോന്നുന്നു. ജോബിൻ ജോൺ കിഴക്കേക്കര. അടുത്തത് 751 മുന്നോട്ട് വരാം. ആൻസി 393 എന്ന നമ്പറിന് അർഹമായ വ്യക്തി ഭാഗ്യവതി. അടുത്തത് 1021 ജോസ് കോട്ടലി.
ജോസ് കോപ്പള്ളി കൊടുത്ത. അടുത്ത് 396 റെയിൻസ് ചാരിവിളി. താങ്ക് യു. അടുത്ത നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. അടുത്ത സമ്മാനത്തിനർഹമായ അർഹമായ വ്യക്തി ലോയൽ ജെയിംസ്. നല്ലൊരു $136 ജെയ്ക്ക് വിൽസൺ. $430 എന്ന സമ്മാനത്തിന് അർഹമായ വ്യക്തി മുന്നോട്ട് വരാം. സമ്മാനദാനമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ സമ്മാനദാനം നിർവഹിക്കുന്നു. ജസ്റ്റിൻ മാത്യു 430. അടുത്ത ജോർജി ജോൺസൺ. അടുത്ത സമ്മാനത്തിന് അർഹമായ നമ്പർ 955 ജോർജി ജോൺസൺ. അടുത്ത 643 ഐറിൻ അന്ന ജോസി. അടുത്ത 933 ജിയ ജിജു. അടുത്തത് 183 വിദ്യുത്. പേര് മാത്രമാണ് വിദ്യുത്. നല്ലൊരു കൈ ആരും കൈയടിക്കുന്നില്ല കേട്ടോ. സമ്മാനമാണ്, ക്രിസ്മസ് സമ്മാനമാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കും സമ്മാനം അടിക്കും. എല്ലാവരും വിഷമിക്കേണ്ട. 649 സജ. അടുത്ത 949 ലോയൽ ജെയിംസ്. വീണ്ടും ഭാഗ്യവാൻ. അടുത്ത വീണ്ടും 1121 ആശിഷ് ജോൺസൺ. അടുത്ത നറുക്കെടുപ്പിലേക്ക് പോകുന്നു. അടുത്ത നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. അടുത്ത സമ്മാനത്തിന് അർഹമായ നമ്പർ എടുത്തിട്ടുണ്ട്. വായിക്കട്ടെ. നല്ല നമ്പർ. ഇനി നിങ്ങൾക്കായിരിക്കും അടിക്കുന്നത്. വായിക്കുന്നു. 1 1 8 5 1185. ആരെങ്കിലും? ഓക്കെ. ബമ്പർ സമ്മാനം ഏറ്റവും അവസാനമാണ് നറുക്കെടുക്കുന്നത്. ഈ സമ്മാനം എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമാണ് ബമ്പർ സമ്മാനം എടുക്കുന്നത്. അടുത്ത സമ്മാനത്തിന് അർഹമായ നമ്പർ ഇതാ 383 383 എന്ന നമ്പർ. 383 എന്ന നമ്പർ. 5 അമലു ജോസിയാണ് ഭാഗ്യവതി. നല്ലൊരു കയ്യിൽ വേണം നിങ്ങളുടെ എല്ലാവർക്കും ഇനി അവസരമുണ്ട്. അടുത്തത് 1185 ജോർജി ജോൺസൺ. ഒന്ന് കൈയടിക്കണേ. അത് 353 അനസ്. നിങ്ങളുടെ കയ്യടിയിൽ വേണം കേട്ടോ. ഈ തണുപ്പത്തൊരു കയ്യടിയാവാം. 911 ജിജോ പാറശ്ശേരി. അതിന് 499 കെവിൻ മാണി. ഓക്കെ. അടുത്ത 347 ലോയൽ ജെയിംസ്. 221 ആൽവിൻ ജോർജ്. ഇത് ഭാഗ്യവാന്മാരാണ് കേട്ടോ. നമ്മൾ ചുമ്മാ പേര് വിളിക്കുന്നതല്ല. ആൽവിൻ ജോർജ്. അടുത്ത 844 ജോർജി ജോൺസൺ.
1006 റിഹാൻ റിഹാൻ റിഹാൻ. അത് 1304 അനസ്. വീണ്ടും ഇത് കിട്ടാത്ത 2 നമ്പർ വായിക്കട്ടെ. 889 നോട്ട് ചെയ്യണം. 889 ആളില്ലെങ്കിൽ അവസാനം റിയാക്ട് ചെയ്യും. 1047 വന്നിട്ടില്ല കേട്ടോ. സമ്മാനം കൂടി നല്ലൊരു കൈയടി. ഏറ്റവും ലാസ്റ്റത്തെ സമ്മാനമുള്ള നല്ല കൈയടിക്കണേ. ക്രിസ്മസ് സമ്മാനമാണ്. അടുത്തത് 1336 ജെഫ്രിൻ ജോസഫ്. 413 ആലീസ് ജോൺസൺ. അടുത്ത 289 ആൽവിൻ ജോർജ്. വീണ്ടും ഭാഗ്യം കടാക്ഷിക്കുന്നു. അടുത്ത 211 വീണ്ടും ജോവിൻ ജോൺ. 1281 ഐസക് KG. 309 ആൽവിൻ ജോർജ്. വീണ്ടും ഭാഗ്യവാൻ 300 ആൽവിൻ ജോർജ്. 737 എവലിന 737. വീണ്ടും കെസിയ ബിനോയ്. നല്ലൊരു കൈയടി. അടുത്ത സമ്മാനത്തിന് നമ്മുടെ 25 കിലോ അരിക്കുള്ള സമ്മാന കൂപ്പണാണ് അച്ഛൻ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്തിട്ട് എടുക്കണം. 25 കിലോ അരിക്കുള്ള സമ്മാന കൂപ്പൺ ഇതാ അച്ഛൻ എടുക്കുന്നു. 25 കിലോ അരിയാണ്. വെറും 10 രൂപ മുടക്കി 25 കിലോ അരിക്ക് വേണ്ടി. യെസ്, ആ ഭാഗ്യവതി ആരാണെന്ന് നോക്കാം. ഇതാ ആ നമ്പർ കിട്ടിയിട്ടുണ്ട്, വായിക്കട്ടെ. യെസ്, 7 5 9 759 എന്ന നമ്പർ. 759 25 കിലോ അരി. ഒന്നോ തലയിട്ടിട്ട് കാര്യമില്ല, കൂപ്പ് കണ്ടോ? ഓക്കെ, അതിന് ഒന്നെന്നാണ് അറിയുന്നത്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബമ്പറിലേക്ക് കിടക്കാം. 759 വന്നിട്ടില്ല. നമുക്ക് കൂപ്പൺ കിട്ടിയാൽ മാത്രം. ആരെങ്കിലും ഒന്നുകൂടെ നോക്കിയാട്ടോ. അടുത്ത നമ്മുടെ ബമ്പർ പ്രൈസ് ആണ് സ്പാനിയോ വാൾ ഫാൻ. ഏകദേശം 3500 രൂപയുടെ വിലമതിക്കുന്ന ഒരു സ്പാനിയോ വാൾ ഫാനാണ് ബമ്പർ പ്രൈസ് ആയിട്ടുള്ളത്. 25 കിലോയുടെ അരിയുടെ ആ ഭാഗ്യവാനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഭാഗ്യ 25 കിലോ അരിക്കുള്ള ഭാഗ്യവാൻ വിൻസ് അരിയിലേക്ക് മുന്നോട്ട് വരാം. 25 അരി. നല്ലൊരു കൈയടി. ഈ ക്രിസ്മസിന് കിട്ടുന്ന നമ്മുടെ ബമ്പർ നറുക്കെടുപ്പ് ആരംഭിക്കുന്നു. നമ്മുടെ ബമ്പർ സമ്മാനത്തിലുള്ള നറുക്കെടുപ്പ്. ഓക്കെ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ബമ്പർ സമ്മാനത്തിന് അർഹമായ നമ്പർ എടുക്കുന്നു. എല്ലാവരും ആകാംക്ഷഭരിതമായിട്ടിരിക്കുന്ന നമ്പർ ഇതാ. ഇങ്ങനെ വായിക്കട്ടെ. 8 3 2 832. ആരാണ് ബമ്പർ സമ്മാന വിജയി? 832 എന്ന നമ്പർ. ഈ ബമ്പർ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു. 832 എന്ന നമ്പർ. ഇല്ലേ, നോക്കിയോ? സമയമുണ്ട്.
832 ആരെങ്കിലും? 832. റീ അടിക്കേണ്ടി വരുമോ? 832. ഒന്ന് നോക്കിയോട്ടോ. 832 ബമ്പർ സമ്മാനത്തിന് റീ അടിക്കേണ്ടി വരും. സമ്മാനം അടിച്ച 832. ആൽബിൻ ജോർജ് ആണ് ആ ഭാഗ്യവാൻ. പദപ്പിടിക്കില്ല. ആൽബിൻ ജോർജ്, നല്ലൊരു കൈയടി. ഈ ക്രിസ്മസിന്റെ ബമ്പർ സമ്മാനം ആൽബിൻ ജോർജ്. ഇതുവരെ സഹകരിച്ച എല്ലാവരോടും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ ഒരിക്കൽ കൂടി യുവന പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിക്കുന്നു. യുവന പ്രസ്ഥാനത്തിൽ അംഗങ്ങൾ ആരും പോകരുത്. എല്ലാവരും എവിടെ നിൽക്കണേ? ചെറിയൊരു ഇതൊക്കെ ക്ലീനാക്കാനുണ്ട്. നമ്മുടെ 24-ാം 25-ാം പ്രോഗ്രാമിനൊക്കെ വേണ്ടി യുവജന പ്രസ്ഥാനത്തിൽ അംഗങ്ങൾ പോകരുത്. ഇതുവരെ സഹകരിച്ച സഭയിലെ എല്ലാ അംഗങ്ങളോടും ഉള്ള നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ഈ ക്രിസ്മസ് ട്രീയോട് സഹകരിച്ച എല്ലാവരോടും നന്ദി സ്നേഹത്തെ യുവന പ്രസ്ഥാനത്തിന്റെ പേരിൽ അറിയിക്കുന്നു. താങ്ക് യു.